ഇന്ന് മുതൽ സാറ് കട്ട്. ഏട്ടാ ഏട്ടൻ. ഏട്ടൻ വന്നു, ഏട്ടൻ ഇരുന്നു, ഏട്ടൻ കഴിച്ചു, ഏട്ടൻ കിടന്നു. ഏട്ടൻ 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 എല്ലാം ഏട്ടൻ. വിളി 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 ഏട്ടാന്ന് വിളി, ഏട്ടാന്ന് വിളി. അതെങ്ങനെയാ സർ പെട്ടെന്ന്? എനിക്കത് വരില്ല. ഓ ട്രൈ നന്ദിനി ട്രൈ. ഏട്ടൻ വിളിക്ക്, കമോൺ ഏട്ടൻ. അത് സാർ സ്റ്റോപ്പ്. ഏട്ടാന്ന് വിളി. ഏട്ടൻ ഏട്ടാ. അത് നന്ദിനി ഇതേ കളിക്കല്ലേ, ഏട്ടാന്ന് വിളി. അത് സാറിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ വിളിക്കാൻ പറ്റില്ല സർ. സാറിന്റെ മുഖത്ത് നോക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കി വിളിക്കണമെങ്കിൽ വിളിക്കാം. പക്ഷെ സാറിങ്ങനെ നിൽക്കുമ്പോ സാറിന്റെ മുഖത്ത് നോക്കി സാറെന്നല്ലാതെ ഏട്ടെന്ന് വിളിക്കാൻ പറ്റില്ല സർ. കഴിഞ്ഞോ? ഇതിപ്പോ എത്ര സാർമാൻ ഇതിനിടയിൽ ഈ വഴി കൂടെ കയറിപ്പോയി. ഒറ്റ വാക്കിൽ ഏട്ടാന്ന് വിളിക്കുന്നതിന് പകരം. അതെ, തന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. താൻ ഏട്ടാന്ന് വിളിക്കുന്നുണ്ടോ? ശരി, ഞാൻ ഇനി മുതൽ വിളിച്ചോളാം. എനിക്ക് ആദ്യമായതുകൊണ്ടാ സർ. ശരി, താനെ ആദ്യം ചെന്ന് കുളിച്ച ഡ്രസ്സ് മാറും. ചെല്ല്. ഇത് കൊടുത്തോണ്ട് താൻ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് അവളെ ചെന്ന് കൊല്ലാനാ തോന്നുന്നത്, മനസ്സിലായോ? അത് വേണ്ട, ഞാനിപ്പോ മാറ്റാം. ആ എന്നാ പോയിടുവാ. ഒന്നേ. അതെ, കുളിച്ചോണ്ടിരിക്കുമ്പോഴേ പ്രാക്ടീസ് ചെയ്യണം ഏട്ടാന്ന് വിളിക്കാൻ. ഏട്ടാന്ന് വിളിക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങാവൂ, മനസ്സിലായോ? ചെന്നാ ചെല്. പ്രാക്ടീസ് ചെയ്യാതെ തിരിച്ചിറങ്ങി വരരുത്. ഞാൻ ആ വിളി കേൾക്കാൻ കാത്തിരിക്കുക അവിടെ. ഏട്ടാ